കുഴൽക്കിണറൊക്കെയുള്ള ഒരു വീടാണ്. അതിന്റെ തിണ്ണയിലിരുന്ന് ഒരാൾ മൺപാത്രമുണ്ടാക്കുന്നു. ചക്രത്തിൽ മണ്ണ് കുഴച്ചുവെച്ച് കറക്കുകയാണ്. ആദ്യകാലം മുതലേ ഇങ്ങനെയായിരുന്നു ഈ ചക്രം കറക്കിയിരുന്നത്. വൈദ്യുതിയും മോട്ടറും വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ കുശവന്മാർ ചക്രം കറക്കിയിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ചക്രം ആദ്യമൊന്ന് നന്നായി കറക്കിവിടും. എന്നിട്ട് അതിനു മേൽ വെച്ചിരിക്കുന്ന കളിമണ്ണ് ഇങ്ങനെ കൈകൊണ്ട് ഓരോ രൂപത്തിൽ മെനഞ്ഞെടുക്കും. എത്രയോ പതിറ്റാണ്ടുകളുടെ കൈത്തഴക്കമാണ്. പെട്ടെന്ന് ഒരു പാത്രം രൂപപ്പെട്ടു കഴിഞ്ഞു. വീണ്ടും അതിനെ പ്രസ് ചെയ്ത് വിരലോടിക്കുന്നു. ആ വിരലിന്റെ സ്പർശനത്തിൽ മണ്ണ് ഒരു പാത്രമായി രൂപാന്തരപ്പെടുന്നു. പിന്നെ ഒരു നൂലുകൊണ്ട് അതിനെ അടിയിൽ നിന്ന് വേർപെടുത്തിയെടുക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പാത്രങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം പാത്രങ്ങൾ ഇപ്പോൾ തന്നെ പണി പൂർത്തിയായി ഇവിടെ ഇരിപ്പുണ്ട്. വളരെ പെട്ടെന്ന് ഓരോന്ന് പൂർത്തിയാവുന്നു. 1 മിനിറ്റിൽ 2 എണ്ണമെങ്കിലും ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. വിശ്രമമില്ലാതെ പണിതാൽ കുറേയേറെ എണ്ണം ഉണ്ടാക്കാം. രാജു എന്നാണ് പേര്. അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു കർഷക ഗ്രാമമാണെന്ന് സൂചന നൽകി പശുവിന് കൊടുക്കാനുള്ള ചോളച്ചെടികളുമായി ഒരു ട്രാക്ടർ കടന്നുപോകുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ വണ്ടി മാറ്റിയിട്ട് കൊടുക്കേണ്ടി വന്നു. ഇത് രാജുവിന്റെ ഭാര്യയാണ്. ഇത് രാജുവിന്റെ അമ്മ. അമ്മയുടെ പേര് റാം ദുലാരി എന്നാണ്. അമ്മയും മകനും ഭാര്യയുമാണ് ഈ വീട്ടിലുള്ളത്. കുട്ടികൾ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. രാജു ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നു. കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ. ഈ പാത്രത്തിന് എത്ര രൂപ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. 50 പൈസയാണ് ഒരു പാത്രത്തിന് കിട്ടുന്ന പ്രതിഫലമെന്ന് രാജുവിന്റെ മറുപടി.